പറ. ഹായ് ഗൈസ്, നമ്മള് യൂട്യൂബ് ചാനലില് ആദ്യത്തെ വ്ളോഗാണ് ഇന്ന് വരാൻ പോണത്. ഇന്ന് നമ്മള് പിള്ളേരെയൊക്കെ കൂട്ടി എറണാകുളത്ത് ചെറിയ നോമ്പ് വരാം, ചെറിയൊരു ഇഫ്താർ നൈറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാണ്. നമ്മുടെ കൂടെ അമ്മീങ്കാട്ടുണ്ട്. പറഞ്ഞേ, വ്ളോഗിനെ പറ്റി പറ. ആദ്യം നാണം തന്നെ നിനക്ക്. വിളിച്ചിരിക്കുന്നു. നമുക്കപ്പോ നോമ്പറക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാം. അൻസാഫിന്റെ കളി പറ. പറ. നമ്മുടെ ബോസാങ്കോടെ ഇഫ്താറാണ്. അപ്പൊ നമ്മള് ബാദു ബോസാണ് ഇതിനകത്ത് മൊത്തം പ്ലാൻ ചെയ്തേക്കണത്. അപ്പൊ നമ്മളിതിനി കളറാക്കാൻ പോവാണ്. ഇവിടുന്ന് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ആരിസിനെയും അജിനെയും കിട്ടിയിട്ടുണ്ട്. ഇവര് വരാനുള്ളതാണ്. നിങ്ങൾ വന്നില്ലേ? പെട്ടെന്ന് പോവാ. അപ്പൊ നമ്മള് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ ആരിസിനെയും അജിനെയും കിട്ടി. അവരൊക്കെ വരണ്ട്. നമ്മള് ഇഫ്താറിന് ഉള്ള അതിന്റെ പറഞ്ഞ കാർപ്പറ്റ് എടുക്കാൻ വേണ്ടി മായൻകൊച്ചിയുടെ വീട്ടിൽ പോവാണ്. കാർപ്പറ്റ് എടുത്തിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഈ കവലയ്ക്കുള്ള പരിപാടികളൊക്കെ നമുക്കിങ്ങനെ സൂക്ഷിച്ചും കണ്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലത്. ആഗ്രഹമുണ്ട്, ചെയ്യണം. നല്ലതെന്നല്ല, ചെയ്യണം എന്ന്. അപ്പൊ നമ്മള് എല്ലാവരും വിളിക്കുന്ന ഈ കട്ട് ചെയ്യുക. നമ്മുടെ എല്ലാവരും ഉള്ളൊരു പരിപാടികൾ മെമ്മറി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും തുടങ്ങിയേക്കണത്. പിന്നെ ഒരു രസല്ലേ, എല്ലാവരും ചെയ്യണു, നമ്മളും ചെയ്യണു, അത്രേ ഉള്ളൂ. ഒരു ഓളം, കവലക്കൊരു ഓളം, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വീഡിയോസും ഇങ്ങനെ നമ്മള് ഇടും. നാട്ടിൽ നടക്കണതും. നമ്മുടെ ചാനലിന്റെ പേര് ആദ്യം പറഞ്ഞില്ല, ബോസ് ആൻഡ് കോ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. ആദ്യം ബോസ് ഇട്ടിട്ട് പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ട് ആൻഡ് കോ അടിക്കുമ്പോ നമ്മുടെ ചാനലിൽ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. നമ്മൾ അങ്ങനെ കൊച്ചിയുടെ നിന്ന് നമ്മൾ കാർപ്പറ്റ് മേടിക്കാൻ വന്നിരിക്കുകയാണ്. കൊച്ചി നമ്മള് ഇതൊക്കെ കാണിച്ച ഫ്രീ പ്രൊമോഷൻ. കൊച്ചി കല്യാണത്തിനും കല്യാണത്തിനും നൂലേട്ടിനും മാമോദിസയ്ക്കൊക്കെ നിങ്ങൾ വിളിക്കുക കൊച്ചിന് മനസ്സ്. ഇതിൽ നമ്പർ വരും. നമ്മൾ 90,000 വരുന്ന സബ്സ്ക്രൈബേഴ്സ് കൊച്ചിനുള്ള സെല്ല് ചെയ്യും. ആരും നമ്പർ പറയുന്നത് ഒരുപാടുണ്ട്. എടുക്കുന്ന പ്രിയ സുഹൃത്തായ ആരിഫാണ്. എന്നെ പറയാനുള്ളത് ഒന്നും പറയാനില്ല. ഇവനാണ് സബ് ചെയ്യുക. അപ്പൊ നമ്മള് തൊഴിലാളിയാക്കി നമ്മളിത് അപ്പൊ ചുമക്കുകയാണ്. ഇതൊന്നും തുറന്നോ ആരിഫ? ഇത് തുറക്കറിയാൻ പാടില്ല. ഇത് 1 മില്യൺ അടിക്കും. 1 മില്യൺ അനാൻഷാനെ വെട്ടിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാ കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷം. അപ്പൊ നമ്മളിത് തുറന്നിരിക്കുന്നു. നമ്മൾ കാർപ്പറ്റ് ഉള്ളിലേക്ക് വെക്കുകയാണ്. ഇതൊക്കെ പറയണോ? എല്ലാം പറയാം. അത് 2 സ്റ്റെപ്പ് നടന്നു. ബിരിയാണി എടുക്കണത്. അപ്പൊ എങ്ങനെ ആലോചിക്കട്ടെ എന്താ പറയണ്ട. നല്ല ഇവന്റ്സിനൊക്കെ ബന്ധപ്പെടുക. കൊച്ചിൻ ഇവന്റ്സ് 9995480519. 90,000 വരുന്ന ആരാധകര് ഇന്ന് കൊച്ചിക്ക് കിടക്കാൻ പറ്റില്ല. ഒരുപാട് വർക്കുകളായിരിക്കും ഈ വ്ളോഗ് കണ്ടു വന്നത്. 90 പേരുള്ളൂ. വണ്ടിക്കരിക്കോ? ഭയങ്കരനായ ഫർഹാൻ KP വണ്ടിയിലേക്ക് കിടക്കുന്നു.
എപ്പി കയറിക്ക് നമ്മുടെ വ്ളോഗിലേക്ക് അടുത്തത് എപ്പി രണ്ടു വാക്ക് പറ. നമ്മള് നമ്മളിങ്ങോട്ട് പോണേ എന്തിലും അതെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കണം. അൻസാഫിന്റെ ആൾക്കാര് മിതത്വം പാലിക്കണം. ഇടയ്ക്കേറിയായിരുന്നു. എനിക്കൊന്നും പറയാനില്ല, ആരിഫിന് തന്നെ പറയാനുള്ള. ഒന്നും പറയാനില്ല. അൻസാഫിന്റെ ആൾക്കാർ വെറുപ്പിക്കരുത്. ഫാൻസ് എനിക്ക് ഒന്നും പറയാനില്ല, സമ്മയില്ല. മുമ്പ് ഇറങ്ങണക്കുമ്പോ എറണാകുളത്ത് എത്തണം. കയ്യിലിരിക്കണത് മൈക്ക്, കാർബോർഡ് മൈക്ക്. ആരിഫ് സെറ്റ് ചെയ്തില്ല, സ്പൂൺ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സെറ്റ് ചെയ്തില്ല, അതിന് നമുക്ക് ഇത് തന്നെ മതി. ഇത് ബാദു സെറ്റ് ചെയ്യാം, പുതിയ ബൈക്ക് ബാദു. നമ്മള് ഇഷാൻ വിളിക്കാൻ പോവാണ്. ഇഷാൻ വിളിച്ചോണ്ടിരിക്ക. ഇനി ഇഷാന്റെ വീട് നമ്മൾ എത്താൻ പോവുകയാണ്. കുറച്ചും കൂടെ ഉള്ളൂ, നമ്മൾ ഇഷാന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഇഷാൻ എവിടെ? ഓക്കെ. ഓ ദേ നിക്കുന്നു. അയ്യോ ഇതെന്തിട്ടാണ്? സിമ്പിൾ മനുഷ്യൻ. നമുക്ക് ഇഷാനെ ഇച്ചിരി കൂടി എനിക്ക് ഇഷാനെ ഇപ്പുറത്തേക്ക് കയറ്റാം. ഇഷാനെ ഇപ്പുറത്തേക്ക് വരാം. അപ്പുറത്ത് നമ്മുടെ പച്ചയായ മനുഷ്യൻ വരുന്നു. നമ്മുടെ അടുത്ത സുഹൃത്ത് പച്ചയായ മനുഷ്യൻ ഇഷാൻ ഇതിലേക്ക് കടക്കുന്നു, വ്ളോഗിലേക്ക്. ഇഷാനെ എന്നെ പറയാനുള്ളത് ഒന്നും പറയില്ല. ഇതാരും ആയിഷയുടെ ഐഡിയ ആണോ? ഒന്നും പറയില്ല. നമ്മള് നോമ്പുറക്കാണോ ഗൈസ്? പോയിട്ട് വരാം. ചാനലിന് ചാനലിലായാലും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? നിനക്ക് കറക്റ്റ് വേണ്ടായിരുന്നോ? അതില് ഒരു കറുത്ത പാട് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് തരാം. ഇവിടെ കവലക്കില്ല അത്. എവിടെ? റിഫായുടെ വീടിന്റെ അവിടെ നിർത്താവോ? നമ്മുടെ റിഫായിസ്മാന്റെ വീടെത്താൻ പോവുകയാണ്. നമ്മുടെ ഒരു പയ്യൻ ഉണ്ട്, നമ്മുടെ റാഫ് അക്കാഡമിയിലുള്ള പയ്യനാണ്. എടാ പൊന്നെ ടാറ്റു എടുത്തടാ. എടാ കോച്ചിരിക്കണ്ടില്ലേ? കൈയാട്ട് വണ്ടി പോലെ കൊച്ചു കയ്യൂര് കൊണ്ടുപോവാ. ഓക്കെ, കൈയട്ടി. നമ്മുടെ അപർണയുടെ അച്ഛനാണ് പോകുന്നത്. വ്ലോഗ് മൊത്തം കാണണം. നമ്മുടെ റിഫായിസ്മാന്റെ വീടാണ് ഇത് കാണുന്നത്. തിരിച്ചു കാണിച്ചു കൊടുക്കാം. എടാ മാധവി വണ്ടിയിലപ്പോ എത്ര പേരാ? നമ്മള് 3 പേര്. അപ്പൊ നമ്മള് അയക്കാടെ വീട്ടിലേക്ക് പോവുകയാണ് വെള്ളം എടുക്കാൻ. അയക്കാടെ പേരെന്നെ പോകുന്നു. അയക്കാട് പേര് ഷെരീഫ് ഖാൻ തന്നെയാണ് തോന്നുന്നു. നമുക്ക് പൗറുവിനെ ഒന്ന് വിളിച്ച് എണീപ്പിച്ചായിരുന്നു. ഞാൻ ആദ്യം വന്ന് ഇനി ഒന്ന് എണീപ്പിച്ചാ മതി. എണീറ്റത് റെഡിയായോന്നറിയില്ല. മാമനെ ഓ മൈൻഡ് കണ്ടുപോയി. നമ്മുടെ ചാനലില് അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഒന്നും വേണ്ടിയുള്ള ശരിയാണോ? അല്ല, അത് അടുത്തടുത്ത വീഡിയോസിലെല്ലാം റെഡി ആയിക്കോളും. തുടക്കത്തിന്റെ ഇതാണ്. ഇതിലാണ് പോയത്. അപ്പൊ തൊപ്പി വെച്ചാൽ അടിപൊളിയാന്ന് ഏതോ ഒരു പെണ്ണ് ഒരു വടി എടുത്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. അപ്പൊ നീ ഇതിന്റെ റിഫൈഡ് അറബിക് വേഷം, അറബി വേഷം അല്ല അറബി വേഷം ഇടുന്നേ. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ ആഴ്ചാനെ നിന്റെ ടീഷർട്ടിനെ എഴുതിയാണ് നിർവ്വാണം. അപ്പൊ വാ നമുക്ക് നമ്മളിങ്ങനെ വെള്ളം എടുക്കാൻ പോയാണ്. ഇക്കടെ പേരെന്നാന്ന് കേപ്പി? ഇക്കടെ പേര് പറഞ്ഞു. അയ്യോ നമ്മൾ വെള്ളം കാണിക്കും വെള്ളം കമ്പനി. അപ്പൊ നമ്മള് രണ്ടാറുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും കടകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്ഥലത്തിന്റെ പേര് രണ്ടാർ. ഇതേ നമ്മുടെ എത്തിങ്ങാന എത്തിങ്ങാനയുടെ തൊട്ടപ്പുറം.
കണ്ടുപിടിക്കാൻ പറ്റില്ല ഇങ്ങനെ മറ്റേ നീ $150 $30 ഒരു കേസ്. നമുക്ക് ചെറുത് മതിയില്ലേ? ചോദിച്ചു നോക്കി. ഒരു ഇഫ്താർ നോമ്പർ എറണാകുളത്ത് കൂടി പോകാൻ. അപ്പൊ ചോദിച്ചു നോക്കി. ഇത് മതിയില്ലേ? ഓ അപ്പൊ നമ്മള് അങ്ങനെ ഇതേതാ? 30 ഓക്കെ. നമ്മൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ പിടിക്കാം. നീ നല്ല സ്കീമായിട്ട് നീ ഒരു പണി ചെയ്യണ്ട കേട്ടോ. നീ അപ്പൊ നമ്മള് ഇത് നമ്മുടെ KP ആണ് പൈസ കൊടുക്കണേ. ആ പൈസ കൊടുത്തട്ടെ, നമുക്ക് അത് പിടിക്കാം. ഇത് ഇത്ര കനമുണ്ടെന്ന്. ഇത് അരേടാണ് ആയിരിക്കും. വണ്ടി എവിടെയാണ്? നമ്മൾ അവിടെ വരെ നടക്കണം. വണ്ടിന്ന് ഇത് നമ്മുടെ എത്തിങ്ങാന്. നമ്മുടെ എത്തിങ്ങാന് ആർക്ക് വേണ്ടി വന്ന് ചോറ് കൊടുക്കാം, എല്ലാം കൊടുക്കാം. ഇതാണ് നമ്മുടെ എത്തിങ്ങാന. 2000 എത്തിങ്ങാന കാണിക്കാരിപ്പ കണ്ട അവിടെ അത് വായിക്കും. 2000 HM കോളേജിൽ നിന്ന് ഒരു ബോട്ടിന് എത്ര ഉണ്ടാ? 30. നമ്മളങ്ങനെ നമ്മുടെ ഡിക്കി പറഞ്ഞ വെള്ളം വെക്കൂ. എടാ ഇതിനകത്ത് ബിരിയാണി കയറുവാ. എടാ ആരിഫേ പെട്രോൾ ടാങ്ക് ഒന്ന് നിറച്ചോടാ. പെട്രോൾ ടാങ്ക് അടിക്കാൻ നമ്മുടെ അത് മാഞ്ചിക്കീറ വണ്ടി എടുത്തോ. നമ്മുടെ എന്തെങ്കിലും പറഞ്ഞേ. നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യാൻ പറഞ്ഞു. ബോസാങ്കോ ടീം സബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഹലോ, എന്നൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. അസ്സലാമു അലൈക്കും ഹബീബി, ഈദ് മുബാറക്. അയ്യോ ഇത് തായറിന്റെ റിതം സൗണ്ട്സ്. വർക്കുകൾ ഉണ്ടെങ്കിൽ വിളിക്കുക. 7909191657 ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് തായറിന് കിട്ടും. ഇനി ഇവിടെ തായറിന്റെ ഫോൺ നിക്കാണ്ടടിക്കും. 90 പേരുണ്ട് നമ്മുടെ ആൾക്കാര്. അതിന് 10 പേര് നമ്മുടെ കാണുമായിരിക്കും. ആ 10 പേര് തായറിനെ വിളിച്ച് ശല്യപ്പെടുത്തണം. തായറിനോട് ശല്യപ്പെടുത്തണം. ആ 10 പേര് ഓൾറെഡി രാഘവാ. അപ്പൊ നമ്മുടെ ഗ്ലാസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോസാൻകോ. എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോസാൻകോ. ഫുള്ള് ബോസാൻകോ. മറ്റേ ഓഫീസറല്ലേ മുല്ലേരി ഉണ്ടോ? അവനെ കളിയാക്കണോ? വാടകരെ വീട്ടിലേക്ക് വിടുന്നോ? ആ വീട്ടിലോട്ട് ഞാൻ വന്ന് എടുത്തോളാം. ശരി ഞാൻ വന്ന് എടുത്തോളാം. ഇത് അങ്ങോട്ട് നോക്കല്ലേ. ഞാൻ വീട്ടില് ഇങ്ങനെയാണ്. അങ്ങോട്ട് അതിന് ഞാൻ നോക്കണ സ്വിച്ച് എവിടെ? വണ്ടി ചോറേ. ഈ നെഞ്ചത്തുള്ളത് പറ. നമ്മള് സാധനങ്ങളൊക്കെ നമ്മള് കയറ്റി ഏതാണ്ടൊക്കെ കയറ്റി. ഇനി ഒരുപാട് സാധനം. ബിരിയാണി എടുക്കാണ്ട്, കട്ട്ലേറ്റ് എടുക്കാണ്ട്. ബിരിയാണി പറയണ ഉസ്താദ് എന്നാണ്. ഉസ്താദ് കാറ്ററിംഗ്സ്. അവിടെ ഇക്കാടെ പരിപാടിയാണ്. നമ്പർ അറിയില്ല. നമ്പർ തരാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്. ജനറേറ്റർ അവിടെ തന്നെയുണ്ട്. നമുക്ക് ഇനി ഒരു കാറും കൂടെ ഉണ്ട്. ആളുടെ എണ്ണം കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് മനസ്സിലാവുള്ള എണ്ണം. ആയിരൊക്കെ ചുമ്മാ കൂടാന്ന്. ഷാമിൻ എന്തായാലും വട്ടം ഓടിച്ചിട്ടുണ്ട്. താങ്ക് യു ഷാമിൻ.
ഷാമിനെങ്ങാനും എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയ ഇടിക്കും. ഷാമിന്റെ ബിരിയാണി കഴിക്കുന്നത് ഞാൻ ബോസാൻ കോട്ടി. ഇത് ഇന്നൊരു ദിവസം ഞാൻ എടുക്കും ഒരു ബൈക്ക്. നീ ഒരു സൈക്കിളെങ്കിലും എടുക്കാ. നീ ബൈക്ക് എടുത്താലും കുഴപ്പമില്ല, അതൊന്ന് പുറത്തിറക്കണം. ഇവൻ പറയാൻ പറഞ്ഞോണ്ട് പറയാണ് അക്കാദമി സമ്മർ ക്യാമ്പ് നമ്മുടെ സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എത്ര പെട്ടെന്ന് നമ്മുടെ 100 പേരെയൊക്കെ ഞാൻ പ്രസിഡന്റ് ആണ്. ഇത് നമ്മുടെ രണ്ടാറ്റിങ്ങിന്റെ വാപ്പാടെയൊന്നും രണ്ടാറ്റിങ്ങിനെ മൊത്തം എന്റെ വലിയ എഴുതി കൊടുത്താൽ പറ. അതിനകത്തേക്കൂലേ നീ വൈക്കി അതൊന്ന് ഓൺ ചെയ്യടാ. പിന്നെ ഇവിടെ നെഞ്ചത്ത് വെച്ചാണ് ഇതിനെ കാണാൻ ബാസോടെ കാഞ്ഞെടുത്ത് നോക്കുക. BD സൈസിന്റെ എന്തോ പ്രസ് മീറ്റ് ഉണ്ട്, അപ്പൊ അതിന് എതിർക്കാൻ വേണ്ടി നോക്കാം. നമ്മള് വണ്ടി കയറി തിരിക്കാൻ പോവുകയാണ്. എല്ലാവരും ഉണ്ട് ഇത്തവണ. എന്തായാലും നമ്മള് അയ്യോ മറ്റേ ഭീഷ്മപർവത്തിന് മറ്റേ പറയും പോലെ പീറ്റർ നിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, കാര്യം നമ്മള് താങ്കൾക്ക് എത്ര നോമ്പ് കിട്ടി? താങ്കൾ ചൂടിലാണല്ലോ, എന്താ പുറത്ത് ചൂടാണല്ലോ. ഒന്നുകൂടെ ഇത് എന്താണ് താങ്കൾ കറക്റ്റായി ഒന്ന് കാര്യങ്ങൾ മുന്നോട്ട് ഗ്ലാസ് നല്ല രസമുണ്ട്, പക്ഷെ നീ വെച്ച് എന്നെ അടിപൊളിയത് അതാ പറഞ്ഞ ഗ്ലാസ് നല്ലതാ, വെച്ചിട്ട് കൊള്ളാം. എന്റെ ഗ്ലാസ് എടുത്തോ, ബ്ലാക്ക് ഗ്ലാസ് ആണ്. ഗ്ലാസ് മേടിച്ചോ. ഇത് നിന്റെ അല്ല, ടെസ്റ്റിന്റെ ഗ്ലാസ് ആണ്. നമ്മുടെ പ്രൊമോഷൻ ആകെ 20 മിനിറ്റ് വീഡിയോ കാണുമായിരിക്കും, അതില് 19 മിനിറ്റ് പ്രൊമോഷനാണ് പോയിരിക്കുന്നത്. ആഡ്രോപ്പിന് കൊടുത്തു. നാട്ടിലുള്ള സകല വ്യവസായികൾക്ക് നമ്മള് ഫ്രീ പ്രൊമോഷൻ കൊടുത്തു. പിന്നെ ബോസാനൊക്കെ ചുമ്മാ ആരും കൊടുക്കുക. വെള്ളം എടുക്കാൻ പോയ ആയിക്കാ കൊടുത്തു. കൊച്ചിന് അത് പറഞ്ഞു. ഉസ്താദ് കാറ്റർ ബിരിയാണി ഉണ്ടാക്കിയത് അവരാണ്, അവർക്ക് കൊടുത്തു. എന്തൊക്കെയോ ചർച്ചയാണ്. ഒന്നുമില്ല, അവന് അടുത്ത കൊല്ലം പോലെ അവന് യൂസോക്കാടെ ബെഞ്ചിന്റെ സീറ്റ് ഉറപ്പാ. കുറച്ചുകൂടെ കയറ്റിപ്പിടി. പിന്നെ ഏതിന് നല്ല പെങ്കൊച്ചിലുണ്ടെങ്കിൽ കല്യാണം ആലോചിക്കണം. 30 വയസ്സായി ഇതുവരെ പെണ്ണിട്ടിട്ടില്ല. തൂക്കി അവൻ എന്റെ ഇക്കാടൊപ്പം പഠിച്ചു, 5 കൊല്ലം തോറ്റു. അങ്ങനെ ഞാൻ ഒന്നിലെത്തിയപ്പോ അവൻ ഒന്നിലെത്തി. യുവാവായി. ഇല്ല താങ്കളുടെ അടുത്തേക്ക് നമ്മള് നമ്മുടെ അക്കൂടെ കടയിലാണ് കിച്ചു നിൽക്കുന്നത്. അപ്പൊ കിച്ചുനെ നമ്മള് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്കൂടെ കടയിലേക്ക് പോവുകയാണ്. എല്ലാ സാർക്ക് പറയാനുണ്ട്. കിച്ചുവിനെ ഇപ്പൊ നമ്മള് വിളിച്ച് വണ്ടി കയറ്റും, നമ്മള് ഒരുമിച്ചിരിക്കും, പോവും, നോമ്പ് തുറക്കും, പിന്നെ കട്ട്ലേറ്റ് തിന്നും, സമൂസ തിന്നും. പക്ഷെ ബിരിയാണിക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോസാൻ കോട്ടിയും പിന്നെ അൻസാഫിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ചു. കട്ട്ലേറ്റും സമൂസയും. ഇതിപ്പോ സമയത്തിനാ സമയം 4:30 കണ്ടായി. നമുക്ക് വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്നാലും കുഴപ്പമില്ലല്ലോ. ബിരിയാണി എങ്ങനെ അഭിനയിക്കും വേണ്ട. ശരിക്കും പറഞ്ഞ പോയിട്ട് തന്നെയാ. ആദ്യം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഗ്ലാസ് ഒക്കെ വെച്ചോട്ടോ തന്നെ. അഭിനയിക്കും കേട്ടോ, അഭിനയിക്കട്ടോ. കിച്ചു വന്നു കേട്ടോ. എന്നാ അഭിനയം. കിച്ചു വർക്ക് ചെയ്യണത് ബജ്ജിയിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബജ്ജി സ്റ്റോർ മൂവാറ്റുപുഴ എല്ലാ സാധനവും ഇവിടെ കിട്ടും. തിരുപ്പൂർ ഐറ്റം മുതൽ ഡ്രസ് മുതൽ. ഈ വ്ളോഗ് തുടങ്ങിയ മുതലുണ്ടല്ലോ പ്രൊമോഷനാ.
ഇത് ആകെ 10 പേരെ കാണുള്ളൂ. 10 പേര് കണ്ടാ ഭാഗ്യം. ആകെ 20 മിനിറ്റ് ഉള്ളു. അത് 20 മിനിറ്റ് പ്രൊമോഷൻ കൊടുത്തേക്കുക. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ രാഘവന്റെ ക്രിയേറ്റിവിറ്റി. എടാ ആരിഫ് നിന്റെ ഫോൺ കാണിച്ച്. രാഘവൻ അടുത്ത പമ്പിൽ നിർത്തണം എന്ന് പറയാനാണ് അവന്റെ. നമ്മളെ ഉസ്താദിക്കാണ് നമുക്ക് ഇന്നത്തെ ബീഫ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെയാണ് നമ്മുടെ ഫുഡ്, നമുക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡി ആക്കിയിരിക്കുന്നത്. എല്ലാവർക്കും നോമ്പാ. ബിരിയാണി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇക്കാനെ കാണിച്ചാ വ്ളോഗില് ഗൈസ് ഇക്ക തിരക്കിലാണ്. ഇക്കാക്ക് നാളെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് പറയണോ? നമ്പർ നീ പറഞ്ഞു. ഭാഷാനെ വിളിച്ചാൽ മതി. നമ്മുടെ ന്യൂ വണ്ടി 7:10 അതിന് മുമ്പ് നമ്മുടെ ന്യൂ വണ്ടി വന്നിരിക്കുന്നു. തുറന്നേടാ തുറന്നേടാ. ഗൈസ് ഇവിടെ 6 പേരുണ്ട് ഗൈസ്. ഇഫായുടെ മോന്റെ തിരിച്ച് സലാഡ് പിടിച്ചോ. 4 തന്നമാരും ഒരു കുഞ്ഞു കുഞ്ഞു വൻ തന്റെ പ്രസന്റ് ഒരു കുട്ടി. നൈസ് സ്മൈൽ. ഞാൻ പറയാം. ഞാൻ വണ്ടി മാറണ്ട വന്നു. അതൊന്നും കാണിക്കുന്നത് 6:39 ബാങ്ക്. നമ്മള് റോട്ടിൽ നോമ്പ് തുറക്കേണ്ടി വരും. ചെറിയ ലാഗ് കിട്ടി. പൗറു കുളിച്ചപ്പോ 5 മണിയായി. അതുകൊണ്ടാണ് നമ്മൾ താമസിച്ചത്. കോർഡിനേറ്റർ വീട്ടിൽ വന്ന് 3 പ്രാവശ്യം വിളിച്ചു. പക്ഷെ അയാൾ ഒടിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. യുദ്ധം ജയിക്കാൻ എപ്പോഴും നമ്മൾ പടയാളികളെ അയക്കേണ്ടടത്തേക്ക് അയക്കണം. മനസ്സിലായോ? അവർ പറഞ്ഞ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. യുദ്ധം ജയിച്ചില്ല, യുദ്ധം തോറ്റു. നോമ്പ് നമുക്ക് റോട്ടിൽ പറക്കാം, കുഴപ്പമില്ല. എല്ലാവരും ഞങ്ങളിപ്പോ പോനാശ്ശേരി. നിങ്ങളെവിടെ എത്തി? കാക്കനാടോ? ഞങ്ങള് പോനാശ്ശേരി. റൈസിനുണ്ടോ? ഉണ്ടോ? ആദ്യം അവിടെ ആരെത്തു നോക്കാം. ഓക്കെ. അങ്ങനെ നോക്കണ്ട. ആ വണ്ടി ആവശ്യമുള്ള, ഒരിഫൈക്ക് ഈ വണ്ടി ആവശ്യമുള്ള, അതുകൊണ്ട് റേസ് ക്യാൻസൽഡ്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഞങ്ങള് പോനാശ്ശേരി എത്തിയിട്ടുള്ളൂ. പോനാശ്ശേരി കഴിഞ്ഞുള്ള ഞങ്ങള് സൗത്ത് വാഴക്കുളം. ഞങ്ങക്ക് ഇവിടെ നിന്ന് ദൂരമില്ല. ഞങ്ങക്ക് ഇനി വലിയ ദൂരം 1 മണിക്കൂറുള്ളൂ. എത്ര മണി? 6 മണി. 37 കിലോമീറ്റർ ഉള്ളൂ. 1 മണിക്കൂർ 17 മിനിറ്റോ? 1 മണിക്കൂറും 11 മിനിറ്റ്. ബാങ്ക് കൊടുക്കാൻ എത്ര മിനിറ്റ് അറിയോ? 7:09 അവിടെ എത്തുള്ളൂ. നമുക്ക് ബാങ്ക് വിളിക്കാൻ 6:39 ഗൈസ്. അപ്പൊ ആകെ പെട്ടു നമ്മള്. കുഴപ്പമില്ല, നമുക്ക് നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിൽ ജനറേറ്ററും പെട്രോളും ഒക്കെ ജനപ്രീതി നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും. എന്തും. അൻസാഫേ
ഓ ഇപ്പൊ കണ്ണു ചിമ്മ അഭിനയിച്ച് തകർത്ത ഒരിക്കലില്ലാത്ത ബ്ലോക്കാണ് ഇന്ന് പെരുമ്പാവൂര് പ്രൈവറ്റ് റോഡിൽ. എന്താണല്ലോ ബസ്സാറിന് കേറ്റുള്ള തമിഴ്നാടിന്ന് വരുന്ന എന്റെ ആർട്ടിൽ ബ്ലോക്ക് ചെയ്യാൻ വന്നാലും കുഴപ്പമില്ല. വാട്സാപ്പിൽ എന്റെ പെമ്പിള്ളേര് ബ്ലോക്ക് ചെയ്ത് ഞാൻ തകർന്നു. അഭിനയിച്ചോ കുഴപ്പമില്ല. നിന്റെ നല്ല ഭാവിയുണ്ട്. ഈ ബോസാങ്കോടെ പ്രസിഡന്റ് ആണ് വണ്ടി ഓടിക്കുന്നത്. എന്നെ പോക്ക ഇന്നത്തെ വ്ളോഗ് കാണുന്നത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ബെസ്റ്റ് ഡ്രൈവിംഗ് ആണ് ബാബു ചെയ്തോണ്ടിരിക്കുന്നത്. ഫാസ്റ്റ് ആൻഡ് കാരണം ഫ്യൂരിയസ്. നമ്മളെന്താ നമ്മളെ ഈ കണ്ണൂർ പോണോ ഇനി? അതെവിടെയാ? ഇനി കണ്ണൂർക്ക് പോണോ? അതാണ് ഈ കണ്ണൂർക്ക് പോകണമെന്നാണ് കോമഡി പറഞ്ഞേ. അത് ഞാനാ. അൻസാമിനടുത്ത് ചേർത്തിരുന്നേ. എടാ പോവാം. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാര് നമ്മള് ഇത് വൈൻഡപ്പ് ചെയ്യണം. നമ്മള് കാരണം ലെങ്ത് കൂടിപ്പോയി, അല്ലെങ്കിൽ തന്നെ ആരും കാണില്ല. ലെങ്ത് കൂടി ഒട്ടും കാണില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കാൻ. അപ്പൊ നോമ്പ് തുറക്കണതും ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. ഓക്കെ.